എടാ സുധീഷ് ഒന്ന് അനങ്ങിനടാ, ഈ വീട്ടിൽ ചിലപ്പോഴൊക്കെ എങ്ങനെ കാണത്തുള്ളൂ. ആ മാമ, നമ്മൾ ഈ വരുന്ന 10-ാം തീയതി MG സാറിന്റെ പ്രോഗ്രാം നമ്മൾ ആ ക്ഷേത്രത്തിൽ ഒന്ന് സംഘടിപ്പിക്കുന്നുണ്ട്. മാമന്റെ ഉള്ളത് എന്താന്ന് വെച്ചാൽ തന്നാൽ കൊള്ളായിരുന്നു. ഞാൻ കേൾക്കാം. ഓ ഓ ഓ ശരി ശരി. അപ്പൊ കുടുംബസഹിതം അങ്ങ് എത്തിക്കണം. കുടുംബസഹിതം അങ്ങ് എത്താം നാളെ. സതീഷ് ശരി. എടാ സതീഷ്, ഇങ്ങനെ അങ്ങ് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. എനിക്ക് അത്ര വിശ്വാസം ഇല്ല അങ്ങേരെ. ഓ പെട്ടെന്ന് വാ. സതീഷേ നിന്നെ അതിനകത്ത് എന്തേരി? എടാ അതിനകത്തൊരു പട്ടി. നീ പട്ടിയല്ലല്ലോ അതിനകത്ത്, പട്ടിക്കുട്ടി ചെറുപ്പക്കാരനല്ലേ അത്? അതൊരു സംഭവം ഉണ്ട്. നീ പെട്ടെന്ന് പറ സതീഷേ. എടാ, ഒരു വർഷത്തിന് മുമ്പ് ഇവിടത്തെ പട്ടി ആ ചെറുപ്പക്കാരനെ കടിച്ചു. അങ്ങനെ ആ ചെറുപ്പക്കാരന് ഇത്തിരി സുഖമില്ലാത്തതാണ്. അവൻ അങ്ങനെ പേയൊക്കെ വന്ന് ഇപ്പൊ പട്ടി വളർത്തുന്ന പോലെ വളർത്തിയാണ് അങ്ങേര്. അവിടെ നിൽക്കുന്ന ഈ ലോകത്ത് ഇങ്ങനത്തെ അച്ഛന്മാർ ഇപ്പോഴും ഉണ്ടോടോ? നീയൊക്കെ എന്തിനാ ഇവിടെ ഇങ്ങനെ? ഇതൊക്കെ നമ്മൾ അറിയണ്ടോടോ, ഇങ്ങനത്തെ ഒരു കൊല ചതി ഇവിടെ നടക്കുന്നെന്ന്. എന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ ക്ഷേത്രത്തിലോട്ട് എത്തിക്കാന്ന്. നീയൊക്കെ സ്ഥലം വിട്. താനൊക്കെ ഒരു അച്ഛനാണ്. അച്ഛൻ താനൊക്കെ പുഴുത്തേ ചാവൂ, പുഴുത്ത്. ആടെ ഇറക്കാ, ഞാൻ പുഴുത്ത് ചത്തോളാം. നിനക്കെന്തായിന്? ഞാനല്ലേ പുഴുത്താവനെ. പിണ്ടാരിക്കടോ. എടാ ഇറക്കാ, നിനക്ക് എത്രക്കത്താണ് നിന്റെ വീട്ടിൽ കൊണ്ടുപോവനെ? കൊണ്ടുപോകണവനെ ഞാൻ കൊണ്ടുപോകും. അതോടൊപ്പം തന്നെ കൊണ്ടുപോകും. ഇവിടെ പോലീസും നിയമമൊക്കെ ഉണ്ട്. ഇതെന്ത് കുറ്റമാണെന്ന് തനിക്ക് അറിയാലേ. നിനക്ക് പറ്റുന്നൊക്കെ ചെയ്. നീയൊക്കെ രണ്ടുകൂടെ നിന്റെ ഇഷ്ടം പോലെ ചെയ്. അവനെ തുറന്നവിടെ കൊല്ലേ കുറിച്ചുകൂടെയൊക്കെ ചെയ്. നീയൊക്കെ പോ. സതീഷ് നീ മാറിയില്ലേ മോനെ? മോൻ ഇയാളൊക്കെ പുഴുത്തേ ചാവളോടോ. കുട്ടിയെ പോലെ ഇവിടെ ഇട്ടിരിക്കുന്നു. എനിക്കിതൊന്നും ഇവിടെ കണ്ടോണ്ട് നിൽക്കാൻ വയ്യ. സതീശേ വാ, ഇവിടുത്തെ ഉത്സവം ഒന്ന് കഴിഞ്ഞോട്ട്. നീ വാ.